ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞാൻ വന്ന് സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗന്തൂത് വരെയാണ് നമ്മൾ ഇന്നലെ വന്നത്. അപ്പോൾ നമുക്കൊരു പമ്പിൽ അതൊരു പമ്പ് പറഞ്ഞാൽ അവിടെ സ്റ്റേയിലാണ്. ഞാൻ പിന്നെ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് സ്ട്രെച്ച് നടന്ന് രാത്രിയിൽ ഒരു 10 മണിയായപ്പോഴാണ് ഗന്തൂത് പമ്പിലെത്തിയത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇജാസ് പറഞ്ഞ് ഇക്കനെ വിളിച്ച് ഇജാസ്കാർ സെറ്റാക്കി തന്നു. ഷംസീർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വീഡിയോ കാണിച്ചില്ലേ, എൻ്റെ ഫ്രണ്ട് എമിറേറ്റ്സ് നടന്നിട്ടില്ല, അവനെ വിളിച്ച് സെറ്റാക്കി ഇജാസ്ക വിളിച്ചപ്പോഴാണ് ഇവിടെ വന്ന് എനിക്ക് സ്റ്റേ തന്നത്. എല്ലാവരും നല്ല ആൾക്കാരാണ്, മലയാളികളാണ്, പാവം ആൾക്കാരാണ് എല്ലാവരും. അപ്പം വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ തന്നു. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ആദ്യത്തെ പമ്പിൽ സ്റ്റേ ചോദിക്കാൻ കയറിയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫുഡ് തന്നു. ആ ഫുഡ് അവിടെ തന്ന് എൻ്റെ വീടിനടുത്തുള്ളൊരു പയ്യനായിരുന്നു, താമരശ്ശേരിയുള്ള ഒരു പയ്യനായിരുന്നു. അപ്പം അവിടെ നിന്ന് ഫുഡ് തന്നു. അത് കഴിച്ച് ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്നപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു, നോമ്പുറയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. എന്നിട്ട് ഞാൻ ഇവരുടെ ബെഡ് സ്പേസിൽ കിടന്നു. അവർക്ക് ഇവിടെ സ്റ്റേ, പമ്പിൽ ജോലി ചെയ്യുന്നവർക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ അവരുടെ ബെഡ് സ്പേസിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ 8 മണിയായപ്പോൾ എണീച്ച് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തു. ഇനി അത് അപ്ലോഡ് ചെയ്യണം. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ സമയം 10:12 ആയിട്ടുണ്ട്. 10:12 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അട്നോക്ക് പമ്പിൽ നിന്ന്, ഗന്തൂത്ത് നിന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് 20 കിലോമീറ്റർ നടക്കാനുള്ളൂ, അടുത്ത പമ്പ് വരെ 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അട്നോക്ക് പമ്പിൽ എനിക്ക് സ്റ്റേ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഇജാസൊക്കെ റെഡിയാക്കി തന്നതാണ്. ഇവിടെയുള്ള എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല, അവർ കുറച്ചൊരു ഡ്യൂട്ടിയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്താ പറയുക, ബാക്കി കുറേ പേര് ഉറങ്ങുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ രാവിലെ ഉറങ്ങും, രാവിലെ പോകുന്നത് നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെ മാറ്റി ഷിഫ്റ്റ് അവർക്ക്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാണ് റൂം, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് റൂമുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ കിടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, നമ്മൾ പോവാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു ചായ എല്ലാം കൊണ്ട് തന്നായിരുന്നു, അതെല്ലാം ഞാൻ കുടിച്ചു. അട്നോക്കിൻ്റെ കാപ്പി അത് കുടിച്ചു. അപ്പം ഫോണെല്ലാം ചാർജാക്കി കേബിളെല്ലാം എടുത്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 20 കിലോമീറ്റേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. ഇന്നലെ നമ്മൾ കുറേ നടന്നുകൊണ്ട് എനിക്ക് കാലിന് ഒരു വേദനയുണ്ട്. അപ്പം സ്ട്രെച്ച് നടന്നുകൊണ്ടാട്ടെ, രാത്രി ഇവിടെ എത്താൻ വേണ്ടി നടന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാലിന് കുറച്ച് വേദനയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നമ്മളിപ്പം ഇറങ്ങാൻ പോകട്ടെ. അപ്പം ഇനി ബാക്കി പുറത്തുനിന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ച. ഇതൊരു അക്കോമഡേഷനാണ്. ഞാൻ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചാ. ബ്രോ പോട്ടെന്നാല് കാണാം. ഇതെന്ത് വേപ്പല്ലേ? ഇറങ്ങി ഫുഡ് കഴിച്ചു. ഫുഡ് ഹെവി ആണ്, ഇവിടെ നിന്ന് കഴിക്കട്ടോ. വേണ്ട, ഇനി അതിനും പമ്പേ ഉണ്ടാവും. ആ പമ്പ് കഴിഞ്ഞാൽ ഉണ്ടാവും. 17 കിലോമീറ്റർ അടുത്ത പമ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇജാസ്ക, നാട്ടില് കോഴിക്കോട്. ഈ ബ്രോ നാട്ടിലെവിടെയാ? കോഴിക്കോട് മുക്കം. അപ്പം ബാക്കിയുള്ളവർക്ക് ഉറങ്ങുമെന്ന് തോന്നുന്നല്ലേ? നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉറക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 140 കിലോമീറ്റർ സ്പീഡിലാണ് കാറുകളും വണ്ടികളും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഗന്തൂത്തിലാണ് ഇന്നലെ രാത്രി നമ്മൾ ഗന്തൂത്ത് പമ്പിലാണ് കയറുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ. അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 11:41 ആയിട്ടുണ്ട്. നമ്മളൊരു 10:15 ആയപ്പോഴാണ് പമ്പിൽ നിന്ന് ഇറങ്ങിയത്. കാരണം നമ്മൾ ഇന്നലെ രാത്രിയിൽ 2 മണിക്കാണ് കിടന്നത്. കാരണം അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, യൂട്യൂബിലിടേണ്ടത്. രാവിലെയാണ് എനിക്ക് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ 10:15 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ന് അധികം കിലോമീറ്റർ നമ്മൾ നടക്കുന്നില്ല, കുറച്ച് നടക്കുന്നുള്ളൂ, 20 കിലോമീറ്റർ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അബുദാബി ഹൈവേയിലാണ്. ഭയങ്കര സ്പീഡിലാണ് വണ്ടികളെല്ലാം പോകുന്നത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് വണ്ടികൾ വരുന്നത് കാണാം അവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട്
ഈ സൈഡിൽ നടക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇത്ര സ്പീഡില്ലല്ലോ. ഷെയ്ഖ് സായിദ് റോഡ് 140 തോന്നുന്നു. എന്നാലും ഭയങ്കര സ്പീഡാണ് വണ്ടിക്കൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിലേക്ക് മാറി സൈഡ് വെറ്റിയാണ് നടന്നു പോകുന്നത് കേട്ടോ. വണ്ടി എനിക്ക് കാണാൻ വരുന്നത്. അപ്പം അങ്ങനെയാണ്. രാവിലെ ഞാൻ ഒരു കോഫിയും ഒരു ഇതുമാണ് കുടിച്ചത്. അഡ്നോക്കിന് അവർ തന്ന ഒരു ക്രോസൻറ്റും കോഫിയും കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി എവിടെയോ ഹോട്ടൽ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. വണ്ടിയുടെ സ്പീഡ് ഒരു രക്ഷയില്ല. ഒരബദ്ധം പറ്റി. നമ്മൾ വെള്ളം എടുക്കില്ല. അവിടുന്ന് വെള്ളക്കുപ്പി എടുക്കാൻ മറന്നുപോയി. ഇനിയുള്ള 20 കിലോമീറ്ററിൽ ഒരു കട പോലും ഇല്ല. എവിടെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ എല്ലാവരും നോമ്പെടുത്തിട്ടിരിക്കില്ല. ആരോട് ചോദിക്കാനാ വെള്ളം? അങ്ങനത്തെ ഒരു ചതി പറ്റി ഗൈസ്. വെള്ളമില്ലാത്ത ഇന്നൊരു ദിവസമായിരിക്കും എൻ്റെ ദൈവമേ. ഞാൻ ആലോചിക്കുക. അയ്യോ, ഇത് കണ്ടോ, ഒരു ഇതുപോലും ഇല്ലാത്ത റോഡാ. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത റോഡാ. 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. തരിശ് ഭൂമി, അപ്പുറ സൈഡ് ഇപ്പുറ സൈഡൊക്കെ. വെള്ളം എടുത്ത് കൈ പിടിച്ചാൽ മറന്നുപോയി. ഒന്നും പറയണ്ട. നോക്കട്ടെ ഗൈസ്, എന്തെങ്കിലും വഴിയുണ്ടോന്ന്. എന്തെങ്കിലും വഴി ദൈവം കൊണ്ടുവന്ന് വരുമായിരിക്കും. ഒരു തുള്ളി വെള്ളമല്ലേ. നോക്കട്ടെ എവിടെന്നെങ്കിലും തുള്ളി വെള്ളം കിട്ടുമെന്ന്. കിട്ടും, നോ പ്രോബ്ലം. ദൈവം നമ്മളെ രക്ഷിക്കായിരിക്കും. നോക്കട്ടെ. ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചൂടായിട്ട് നമുക്ക് തോന്നുന്നേയില്ല. സമയം ഇപ്പോൾ കറക്റ്റ് നോക്കി 12 ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ചൂടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു തണുത്ത ഫീലാണ് എനിക്ക്. തണുത്ത കാറ്റിൻ്റെ അത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ്, നമ്മളിതാ വെള്ളമില്ലാതെ വലഞ്ഞ് വരുമായിരുന്നു. അപ്പോഴേ ഒരു ചേട്ടൻ നമുക്ക് വെള്ളം തന്നു കേട്ടോ. ഫാം ഹൗസിലുള്ളതാണ്. आपका नाम बताओ भाई? मेरा नाम इंद्र गुजर और सिरहा उदयपुर में अभी रहता हूँ मैं. अच्छा. I was like मेरे को इतना दूर है ना, मैं पानी उधर से भूल गया. So इतना 20 किलोमीटर से पानी नहीं मिलेगा. Thank you so much भैया. Thank you so much. Guys, दे वेल्ला ना नोई फार्म हाउस है. फार्म हाउस है? हाँ. कितना दूर है वो? बहुत दूर है ना. ठीक है भैया. Thank you so much भैया. Thank you so much. ठीक है. मैं भी एक फोटो बनाएगा. ഓക്കെ, താങ്ക് യു. സീ യു. ആ ഗൈസ്, എന്തായാലും ഇതാ വെള്ളം കാണാം. ഞാൻ പറഞ്ഞില്ലേ ദൈവം നമുക്ക് വെള്ളം കൊണ്ട് തരുമെന്ന്. വെള്ളം തന്നു ഗൈസ്. എന്താ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെള്ളം കിട്ടുമെന്ന്. അതങ്ങനെ വെള്ളം കിട്ടി. 10 കിലോമീറ്റർ ഞാൻ ഇരിക്കാതെ നടക്കുമായിരുന്നു ഒരു വെള്ളത്തിന് വേണ്ടി. 10 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണിപ്പോൾ വെള്ളം. ഇനി നമുക്ക് 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെൽത്ത് ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു തരാം. എട്ട് കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് ഇപ്പോൾ എനിക്ക് വെള്ളം കിട്ടിയത്. 8 കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടായിരുന്നു. വേറെ ഞാൻ അവിടെ എടുത്തു വെച്ചാൽ എടുക്കാൻ മറന്നുപോയി. ഇതുണ്ടോ സമയം നോക്കിയാൽ 12:28. 8 കിലോമീറ്റർ നമ്മൾ നടന്ന ഇന്ന്. 8 കിലോമീറ്റർ രാവിലെ മുതൽ 12 മണി വരെ, 12:30 വരെ. 10:15 നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. വെള്ളം കുടിച്ചപ്പോൾ എന്താ ആശ്വാസം. താങ്ക് യു പ്രയ്യ, താങ്ക് യു ദൈവമേ, താങ്ക് യു. എന്തായാലും ഇനി നമ്മൾ ഉഷാറായിട്ട് മുമ്പോട്ട് കുറച്ച് നേരം മുമ്പോട്ട് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. എന്നിട്ട് ഈത്തപ്പഴവും വെള്ളവും കഴിച്ച് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് നടക്കാം. ഓക്കെ. ഇപ്പോൾ സമയം 2:15 നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഇതിൻ്റെ നടുക്കൂടെയാണ് നടക്കുന്നത്. റൂട്ട് കുറേ ദൂരമുണ്ട്. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് വരെ വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇങ്ങനത്തെ വഴികളുണ്ട്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഇതിനകത്ത് നടക്കാം. കുറച്ച് നമുക്ക് സൈഡിൽ കൂടെ പോവാം. കടകളുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അതുകൊണ്ട് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഫോഴ്സ് നമ്മൾ കൊടുക്കണം നടക്കുമ്പോൾ. കാരണം മണലായതുകൊണ്ട് റോഡാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷെ അത്ര എന്താ പറയുക, ചവിട്ടിയാൽ താന്നു പോകുന്ന മണ്ണല്ലത്. കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 2:15. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതേപോലെ ഈത്തപ്പഴവും വെള്ളമൊക്കെ കുടിച്ച് ഇരുന്ന് അവിടുന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ
അപ്പോൾ നമുക്ക് നിൽക്കേണ്ട പമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നും കൂടെ നമ്മൾ ഒരു 20 കിലോമീറ്റർ നടന്നിട്ട് നാളെ മുതൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ നടക്കാൻ പോവാം. ഒരു 40 കിലോമീറ്റർ കവർ ചെയ്ത രീതിയിൽ ഒരു ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഓർക്കസ്ട്രയുണ്ട് അത് മാറ്റിയിട്ട് ഇന്നലെ ഞാൻ നല്ലോണം ഉറങ്ങി. പക്ഷെ എന്നാലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഇന്ന് നേരത്തെ അവിടെ ചെന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നാളെ മുതൽ നമുക്ക് രാവിലെ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പെൻഡിങ് ഉള്ളതെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നടക്കുകയും ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ എവറിത്തിങ് ഈസ് ഓക്കെ, എല്ലാം ഓക്കെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതാ അബുദാബി റോഡ് മുമ്പോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നു ഗൈസ്. നമ്മളിത് അങ്ങനെ ഇന്നത്തെ സ്റ്റേയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 4:57 നമ്മളെത്തി. ഇത് വയ്ക്ക് ചോറും കറിയും മുട്ട പൊരിച്ചതും ബാക്കി കറിയൊക്കെ തീർന്നു പോയെന്നാണ് ഗൈസ് പറഞ്ഞവർ, നോമ്പായതുകൊണ്ട്. ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനോട് കഴിച്ചോളാൻ പറഞ്ഞു. അമ്മേ, ചോറ് കഴിച്ചിട്ട് അത്ര ദിവസമായെന്ന് അറിയാമോ? ഒന്നും പറയാനില്ല. ആ ഓക്കെ, ഇപ്പോൾ കാണാൻ പിന്നെ കിടന്നോ. എന്താ സ്നേഹം, ഒന്നും പറയാനില്ല ഗൈസ്. ഇന്നലെ നിന്ന പമ്പിൽ നിന്ന് ഇജാസ്ക വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ സെറ്റാക്കി തന്നത്. ഇത് അട്നോക്കിൻ്റെ 666 എന്ന് പറഞ്ഞ പമ്പ്, അബുദാബി ഹൈവേയിൽ ഈ ലെവലിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ പോവും. ഇന്ന് ഫുൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായി. ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്, എല്ലാവരും ഇവിടെ പമ്പിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഇതുകൊണ്ട് ഇന്ന് നമ്മൾ നടന്നതാണ്. ഇത് 18.1 കിലോമീറ്റർ കേട്ടോ. മാർച്ച് 12-ാം തീയതി. അപ്പം നമ്മൾ ഇന്ന് 18 കിലോമീറ്റർ ആകാൻ നടന്നിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പമ്പ് ഇനി കുറേ ദൂരം കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് എനിക്ക് 10 കിലോമീറ്റർ എക്സ്ട്രാ നടന്നാൽ അടുത്ത പമ്പ് കിട്ടുള്ളൂ. അക്കോമഡേഷൻ ഇല്ല. അപ്പം നമ്മൾ അവിടെ പോയിട്ട് പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പമ്പും കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാട്ടോ നാളെ രാവിലെ നമ്മൾ പോകുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ എല്ലാവരും ഒന്നിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ചോറിനട്ടെ. ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് കാടാ, ഫുള്ള് ഓരോരോ മൊത്തം കാട് കണ്ടോ. കുറേ കാട്ടുകോഴികളൊക്കെ ഉണ്ട് ഇവിടെ. അട്നോക്കാർ ഇത്രയും ഹൈറ്റിൽ ഇത് കെട്ടിപ്പൊക്കിയിട്ടാണ് ഇതിന് മുകളിൽ പമ്പ് പണിതിരിക്കുന്നത്. ആ റോഡിനോ ലെവലിൽ കുറേ പേർക്കുള്ള അക്കോമഡേഷൻ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ ഈ പമ്പിൽ നിന്ന് ഇറങ്ങുന്നിടത്തും പമ്പിൽ നിന്ന് കയറുന്നിടത്തും ഇവർ ഇതിങ്ങനെ ക്യാമറ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓരോ നമ്പർ പ്ലേറ്റിങ്ങിൻ്റെ പേരും നമ്പറും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. അത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനത് കാണുന്നത്. ഇതിങ്ങനെ നമ്പർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ എൻട്രിയിൽ ഇവിടെ എക്സിറ്റിൽ നമ്പർ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടാട്ടോ അത് കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംവിധാനം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വണ്ടി പോവാം, അവർക്ക് ശ്രദ്ധിച്ചോ. ടു 1539 അത് വിളിച്ച് പറയുന്ന കേട്ടോ. ഉണ്ടോ 70526 എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. എന്തൊക്കെ സംവിധാനങ്ങളാണ്. നോക്കിൻ്റെ ഈ ഒരു പമ്പ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കുറേ പമ്പുകൾ കിട്ടുന്ന പറഞ്ഞത്. നാളെ നമുക്ക് നടക്കാനുള്ളത് ഒരു 40 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. നമ്മൾ രാവിലെ നാളെ പോവും. വീഡിയോസ് എല്ലാം എഡിറ്റ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. വേറൊരു പരിപാടി എനിക്കിന്നില്ല. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുള്ളൂ. അപ്പം അതെല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്താണ് ഞാനിവിടെ വന്നത്. എന്തായാലും നല്ല ആൾക്കാരാണ് എല്ലാവരും. ഞാൻ പരിചയപ്പെടുത്തി തരാം. കുറേ പേർക്ക് വർക്കിലാണ്, കുറേ പേര് ഫുഡ് ഉണ്ടാക്കാൻ തിരക്കില്ല. അപ്പം നമുക്ക് സെറ്റാക്കാം എന്തായാലും. ഓക്കെ,
ഗൈസ്, നമ്മളങ്ങനെ ഇന്ന് 19 കിലോമീറ്റർ നടന്ന് ഇന്നലെ നിന്ന് പമ്പിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നു. ഓക്കെ, ഗന്തൂസിൽ നിന്ന് ഒരു 19 കിലോമീറ്റർ. അപ്പം അവിടെ വന്നപ്പം ആ പമ്പിൽ ഇജാസ്ക അവിടുന്ന് ഈ പമ്പിൽ മാനേജറെ വിളിച്ചിട്ട് ഇവിടെ എനിക്ക് സ്റ്റേ അറേഞ്ച് തന്നു. ആ റൂമിൽ അപ്പോൾ ഞാനുള്ളത് കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റാഫിന് അക്കോമഡേറ്റ് ചെയ്യുന്ന റൂമാണ്. അതിൽ ഈ ഒരു ബെഡ് കാലിയാണ്, ഈ ഒരു ബെഡും കാലിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. വന്നപ്പോൾ ഇഫ്താർ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും കഴിച്ചിട്ട് പിന്നെ വീഡിയോ കുറേ എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു. എല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ അപ്ലോഡിന് ഇട്ടിട്ടുള്ളൂ ഒരു ദിവസത്തെ. കാരണം ഇത് ഭയങ്കര ടൈം എടുക്കുന്നതാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ക്ഷീണം കൊണ്ട് ഉറങ്ങി പോവാം, പിന്നെ മേലുവേദനയൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് റൂം, എവിടെയാണ് നമ്മളിന്ന് കിടക്കുന്നത്. നാളെ രാവിലെ നമ്മൾ എണീച്ച് പോകും. ഡ്രസ്സൊക്കെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ. ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്, പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പം ഇങ്ങനെ ഒത്തിരി പേരുള്ളതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹിച്ച് എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് എണീച്ച് പോകണം. എത്ര കിലോമീറ്റർ നടക്കണം? ഒരു 30 കിലോമീറ്റർ നടക്കണം അടുത്ത പമ്പെത്തണമെങ്കിൽ. പക്ഷെ അവിടെ അക്കോമഡേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. സാരമില്ല, നമുക്ക് നോക്കാം. എന്തായാലും സഹായിക്കും നമ്മളെ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സെറ്റാകും, നോ പ്രോബ്ലം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.